ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് സെൻട്രോയിഡ് മൊഡ്യൂളിലെ കുറച്ച് രണ്ട് പ്രോബ്ലംസ് കൂടിയാണ്. അപ്പൊ ഇതിനു മുമ്പുള്ള പോർഷനിൽ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി രണ്ട് പ്രോബ്ലംസ് സെൻട്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു വീഡിയോയിൽ ഇതിന്റെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള സർട്ടൻ ഷേപ്സിന്റെ സെൻട്രോയിഡ് ഫോർമുലാസ് ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കണ്ടിട്ട് മാത്രം ഇത് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. ഇത് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, മറ്റേതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ പ്രോബ്ലം ആണ് ഇത്. അപ്പൊ അത് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ബെറ്റർ. പിന്നെ ഇതുവരെയുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പോർഷൻസ് ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡഡ് ആണ്. കാണണമെന്നുള്ളവർ ചാനൽ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. എല്ലാം പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഫോളോയിങ് അൺഷെയ്ഡഡ് ഏരിയ. ഇവിടെ അൺഷെയ്ഡഡ് ഏരിയയുടെ സെൻട്രോയിഡ്, ഷെയ്ഡഡ് ഏരിയ ഒരു സെമി സർക്കിൾ ആണ്, അൺഷെയ്ഡഡ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അൺഷെയ്ഡ് ചെയ്തേക്കുന്ന ഏരിയ ഷെയ്ഡ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ തന്നത്. ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയമെൻഷൻ ഒക്കെ മാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്ന ഏരിയയാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ അൺഷെയ്ഡഡ് ഏരിയയുടെ സെൻട്രോയിഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഒരു സെമി സർക്കിൾ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ ഈ സെൻട്രോയിഡ് പ്രോബ്ലംസിൽ എത്ര ഷേപ്പ് ഉണ്ടെങ്കിലും ആദ്യം തന്നെ എല്ലാ സെൻട്രോയിഡിന്റെയും എല്ലാ ഷേപ്പിന്റെയും സെൻട്രോയിഡ് മാർക്ക് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ട്രയാങ്കിളിൽ സെൻട്രോയിഡ് മാർക്ക് ചെയ്യുന്നു. ഏകദേശം ഇവിടെ ആയിട്ട് വരും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സെൻട്രോയിഡ്. പിന്നെ നമ്മുടെ റെക്ടാങ്കിളിലെ സെൻട്രോയിഡ് എവിടെ ആയിരിക്കും? ഏകദേശം നടുക്ക് തന്നെ ആയിരിക്കും. സെമി സർക്കിളിലെ സെൻട്രോയിഡോ ഇവിടെ ഇവിടെ ഈ സിയുടെ അവിടെ. ഓക്കെ, ഇനി മൂന്നിന്റെയും എക്സ് ബാറും വൈ ബാറും ഞാൻ വരക്കുന്നു. ഇത് മൂന്ന് ഷേപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ എക്സ് ബാറിന് പകരം x1ഉം വൈ ബാറിന് പകരം y1ഉം ഇവിടെ എടുത്ത്, പിന്നെ അടുത്ത ഇതിൽ പോകുമ്പോൾ ഇതായിരിക്കും എക്സ് ബാർ, അതായത് x2, ഇത് y2. പിന്നെ സെമി സർക്കിളിന്റെ കേസിൽ ഇതായിരിക്കും x3, ഇത് ചെറുത് y3. അപ്പൊ മൂന്നിന്റെയും x1, x2, x3, y1, y2, y3 കണ്ടുപിടിച്ചു, അല്ലെ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? x1ന്റെയും ഓരോന്നിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ട്രയാങ്കിൾ എങ്ങനെ ഇരിക്കണം? തല ഒത്തിയാണ് ഇരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. നമ്മൾ ഒരു റെഫറൻസ് വെച്ചിട്ട് പഠിക്കുന്ന ഫോർമുലാസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ട്രയാങ്കിൾസും അല്ലെങ്കിൽ ഓരോ ഷേപ്സും കൺസിഡർ ചെയ്യാൻ. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ റെഫറൻസ് എടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എങ്ങനെയായിരുന്നു? ഇത് ഇങ്ങനെയായിരുന്നു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ ഫസ്റ്റ് എടുത്ത്. പക്ഷെ ഇതില് നമുക്ക് എക്സ് ബാറിന്റെ ഇക്വേഷൻ കിട്ടിയ എത്രയാണ്? b/3യും y ബാർ ഈക്വൽ ടു h/3യും ആണ് കിട്ടിയത്. പക്ഷെ ഇവിടെ ഈ ട്രയാങ്കിൾ എങ്ങനെ ഇരിക്കുന്നത്? തല കുത്തിയാണ് ഇരിക്കുന്നത്, വേറൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. എപ്പോഴും ട്രയാങ്കിളുടെ പൊസിഷൻ അനുസരിച്ച് അതിന്റെ എക്സ് ബാറും വൈ ബാറും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും റഫറൻസ് നോക്കിയിട്ട് വേണം ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റത്തെ നമ്മൾ കണ്ടുപിടിച്ച റെഫറൻസ് ഫിഗറിലെ എക്സ് ബാറും വൈ ബാറും അറിയാല്ലേ? അപ്പൊ അത് ആദ്യം ഈ ഫിഗറിൽ എവിടെയെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു ഫിഗറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ എക്സ് ബാർ ആ ഫിഗറിലെ ഇതാണ്, ആ ഫിഗറിലെ എക്സ് ബാർ, അതായത് ഇതാണ് b/3. അത് തന്നെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ വൈ ബാർ ഇതാണ് h/3. അപ്പൊ നമ്മുടെ x1 എന്തായിരിക്കും? ഇവിടെ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 100. അപ്പൊ ഇവിടെ എക്സ് ബാർ എന്തായിരിക്കും? അതായത് x1 എന്തായിരിക്കും? 100 മൈനസ് b/3. മനസ്സിലായല്ലോ? ഈ ടോട്ടല് നമുക്കറിയാം എത്ര? 100 ആണ്. അപ്പൊ ടോട്ടലിൽ നിന്ന് ഇത്രയും പോർഷൻ മൈനസ് ചെയ്താൽ പോരെ, നമുക്ക് ഈ x1 കിട്ടൂലേ? അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പൊ 100 എന്താ? ഇത് ഇപ്പൊ 100 മൈനസ് b/3 ഇതിന് പകരം നിങ്ങൾക്ക് ഒരു ഫോർമുല ഉണ്ട്. അതായത് b ആണ് 100, അല്ലെ? b മൈനസ് b/3, അതായത് 2b/3 ആണ് ഇവിടെ x1ന്റെ ഇക്വേഷൻ. അപ്പൊ 2b/3 എന്ന് പറയുമ്പോൾ 2 × 100 ഡിവൈഡഡ് ബൈ 3, അതായത് എന്താണ്? ഈക്വൽ ടു 200/3. ഇതാണ് നമ്മുടെ x1 ഇവിടെ. ഇനി നമുക്ക് x2 നോക്കാം. x2 അല്ലല്ലോ, നമ്മുടെ y2. ഇവിടെ y2 എന്താണ് വരുന്നത്? y2 ഈക്വൽ ടു സെയിം കൺസെപ്റ്റ്, അതായത് നമ്മുടെ y1 ആണ്.
അഗെയിൻ y1. സോ y1 നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് h/3 കിടപ്പുണ്ട് അല്ലെ. ടോട്ടൽ y1 വാല്യൂ എത്ര ഇവിടെ ഉണ്ട്. സോറി, y1 അല്ല, നമ്മുടെ ടോട്ടൽ ബ്രെഡ്ത്തിന്റെ വാല്യൂ, ഹൈറ്റിന്റെ വാല്യൂ 150 ആണ്. അപ്പൊ y1 ഈക്വൽ ടു എത്രയാണ്? h മൈനസ് h/3. സെയിം കൺസെപ്റ്റ്, അതായത് 2h/3 2 മൾട്ടിപ്ലൈഡ് ബൈ 150 ഡിവൈഡഡ് ബൈ 3. ഇത് 300/3 വരും. അതായത് y1 വാല്യൂ എത്ര കിട്ടി? 100 കിട്ടി. ഇതെല്ലാം സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ, ഇവിടെ സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് x1 y1 കിട്ടി. ഇനി നമുക്ക് ട്രയാങ്കിളുടെ ഏരിയ കൂടി കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ a1 ഈക്വൽ ടു ഹാഫ് bh, അതായത് ഹാഫ് ഇൻറ്റു ബേസ് എത്രയും 100 ഇൻറ്റു ഹൈറ്റ് എത്ര 150. ഇത് ചെയ്യുമ്പോഴത്തേക്കും a1 വാല്യൂ a1 ഈക്വൽസ് 7500 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ട്രയാങ്കിളിന്റെ കേസ് ചെയ്യും. ഇനി നമുക്ക് റെക്ടാങ്കിളിലേക്ക് പോവാം. റെക്ടാങ്കിൾ എടുക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമുക്ക് റെക്ടാങ്കിളിന്റെ x2 വാല്യൂ എന്താണെന്ന് നോക്കാം. ഇവിടെ റെക്ടാങ്കിളിന്റെ x2 ഇസ് ഈക്വൽ ടു x2 വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? റെക്ടാങ്കിൾ x ബാറും y ബാറും b/2 h/2 അതറിയാലോ. അപ്പൊ ഇവിടെ b/2 ചെയ്യുമ്പോൾ റെക്ടാങ്കിളിന്റെ ബേസ് എത്രയാണ്? ടോട്ടൽ ബേസ് ഇവിടെ 50. ഈ സർക്കിളിന്റെ റേഡിയസ് 50 ആണ് അല്ലെ. അപ്പൊ ഡയമീറ്റർ എത്ര ആയിരിക്കും? ഇവിടെ 100 ആയിരിക്കും അല്ലെ. പിന്നെ ഇവിടെ ആരുണ്ട്? 50 ഉണ്ട്. അപ്പൊ 100 + 50 + 50 200 ആണ് ബേസ്. അപ്പൊ x2 x ബാർ, റെക്ടാങ്കിളിന്റെ x ബാർ എത്ര ആയിരിക്കും? 100 അല്ലെ. 100. പക്ഷെ 100 മാത്രമാണോ? 100 എന്ന് പറഞ്ഞാല് റെക്ടാങ്കിളുടെ ഇവിടെ ഉള്ള സെൻട്രോയിഡ് ആണ്. പക്ഷെ വിത്ത് റെഫറൻസ് ടു y ആക്സിസ്, അതായത് നമ്മൾ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങണം ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ വരെ ഉള്ളത് എത്ര കിട്ടി നമുക്ക്? 100 കിട്ടി അല്ലേ. അപ്പൊ ഇവിടത്തെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഇവിടെയും 100 തന്നെ അല്ലേ. അപ്പൊ +100 ദാറ്റ് ഈക്വൽ ടു 200. x2 200. ഇനി y2 എന്താണ്? y2 ഈക്വൽ ടു y2 ഇതാണ് അല്ലേ. y2യുടെ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണത്? നമുക്കറിയാം h/2, അത് തന്നെ ചെയ്താൽ മതി. അപ്പൊ h എത്ര? 150 ഡിവൈഡഡ് ബൈ 2. ഇതാണ് y2. അതായത് എത്ര കിട്ടി? 75 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് x1 കിട്ടി, അല്ല സോറി x2 കിട്ടി, y2 കിട്ടി. x2 ഈക്വൽ ടു 200 ആൻഡ് y2 ഈക്വൽ ടു 75. ഇനി നമുക്ക് റെക്ടാങ്കിളിന്റെ ഏരിയ കാണാം. റെക്ടാങ്കിളിന്റെ ഏരിയ ഈക്വൽ ടു l ഇൻറ്റു ബി. അതായത് ലെങ്ത് എത്ര റെക്ടാങ്കിളിന്റെ? 200 അല്ലേ. അതെ, 200 മൾട്ടിപ്ലൈഡ് ബൈ 150. റെക്ടാങ്കിളിന്റെ ഏരിയ 30,000 സെന്റിമീറ്റർ സ്ക്വയർ. 30,000 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ റെക്ടാങ്കിളിന്റെ ഏരിയ കിട്ടി. നമുക്ക് മൂന്നാമത്തെ ഷേപ്പ് എന്താ? സെമി സർക്കിൾ. സെമി സർക്കിളിന്റെ x3 അല്ലെ. എക്സ് ബാർ എന്ന് പറഞ്ഞ സെമി സർക്കിളിന്റെ x3. അപ്പൊ x3 എന്തായിരിക്കും? സെമി സർക്കിളിന്റെ നമ്മൾ പഠിച്ചേക്കണ വെച്ച് നോക്കുമ്പോൾ സെമി സർക്കിളിന്റെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് കിട്ടിയത് b/2 ആണ് അല്ലെ. ഐ മീൻ d/2. അപ്പൊ സെമി സർക്കിളിന്റെ x3 എന്ന് പറയുന്നത് ഈ ഒരു സാധനം, അതെത്ര? 50. പിന്നെന്താ? y ബാറിന്ന്, ഐ മീൻ y ആക്സിസിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് എടുക്കണം. ഇത് 50 ആണ് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇവിടെ 50 ഉണ്ട്. അപ്പൊ 100 ആയി. ഇവിടെ എന്തായി? 200 ആയി അല്ലെ. അപ്പൊ x3 ഈക്വൽ ടു 200. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റെക്ടാങ്കിളിന്റെയും സെമി സർക്കിളിന്റെയും വെച്ച് നോക്കിയാൽ x3യും x2വും ഒരേ ലെങ്ത്തിൽ അടക്കണം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ 200 എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ? റെക്ടാങ്കിളിന്റെ x2 ഓൾറെഡി 200 കിട്ടിയതാണ്. ഇനി y3യുടെ വാല്യൂ എന്താ? സെമി സർക്കിൾ നമ്മൾ റെഫറൻസ് പഠിച്ചത് ഇങ്ങനത്തെ തന്നെ സെമി സർക്കിളാണ്. അപ്പൊ y3യുടെ വാല്യൂ അവിടെ എന്താ കിട്ടിയേ? 4r/3π. 4r/3π. അതായത് 4 മൾട്ടിപ്ലൈഡ് ബൈ 50 ഡിവൈഡഡ് ബൈ 3π. ഇതെന്ന് പറയുമ്പോഴത്തേക്കും അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. 4 × 50/3π. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ കൂടി കണ്ടുപിടിക്കാണ്ടല്ലേ. ഏരിയ ഈസ് ഈക്വൽ ടു സർക്കിളിന്റെ ഏരിയ πr². അപ്പൊ സെമി സർക്കിളിന്റെ ഏരിയ πr²/2. അതായത് 50² π/2
ദാറ്റ് ഈസ് ഈക്വൽ ടു 2500 പൈ. ഇതാണ് നമ്മുടെ സെമി സർക്കിളിന്റെ ഏരിയ. അപ്പൊ A1 കിട്ടി, A2 കിട്ടി, A3 കിട്ടി, X1 കിട്ടി, X2 കിട്ടി, X3 കിട്ടി, Y1 കിട്ടി, Y2 കിട്ടി, Y3 കിട്ടി. 9 വാല്യൂസും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇക്വേഷൻ ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് എക്സ് ബാറിന്റെ ഇക്വേഷൻ ചെയ്താൽ എക്സ് ബാർ ഈക്വൽ ടു A1 X1 പ്ലസ് A2 X2 പ്ലസ് ഇവിടെ പ്ലസ് അല്ല, ഇവിടെ ഇനി ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഈ അൺഷെയ്ഡഡ് പോർഷന്റെ സെൻട്രോയിഡ് ആണ് കാണേണ്ടത്. അപ്പൊ അൺഷെയ്ഡഡ് പോർഷന്റെ സെൻട്രോയിഡ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഷെയ്ഡഡ് പോർഷൻ ഉണ്ടല്ലേ സെമി സർക്കിൾ, അത് കൂട്ടാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മുടെ ഇക്വേഷന് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരും. അതായത് നമ്മളെല്ലാം പ്ലസ് അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയ വരുന്നുണ്ടെങ്കിൽ അത് മൈനസിൽ ഇടാം. അതായത് A1 X1 പ്ലസ് A2 X2 മൈനസ് A3 X3 ഡിവൈഡഡ് ബൈ താഴെയും അത് തന്നെ A1 ആവശ്യമുണ്ട്, അപ്പൊ പ്ലസ് A2 ആവശ്യമുണ്ട്, അതും പ്ലസ്. പക്ഷെ A3 നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല, അപ്പൊ അത് മൈനസ് A3. പിന്നെ ഇതിൽ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ A1ന്റെ വാല്യൂ എത്ര കിട്ടിയത്? A1 ഈക്വൽ ടു 7500 മൾട്ടിപ്ലൈഡ് ബൈ X1 എന്ന് പറഞ്ഞാല് 200/3 പ്ലസ് A2 30,000 മൾട്ടിപ്ലൈഡ് ബൈ X2 എന്ന് പറഞ്ഞാല് 200 മൈനസ് എന്ത് കിട്ടും? നമ്മുടെ മൂന്നാമത്തെ ഏരിയ എത്ര? 2500 പൈ മൾട്ടിപ്ലൈഡ് ബൈ X3 200 the whole divided by 7500 plus 30,000 minus 2500 പൈ. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇട്ട് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സ് ബാറിന്റെ വാല്യൂ കിട്ടാൻ പോകുന്നത് എക്സ് ബാർ ഈക്വൽ ടു 170.214 സെന്റിമീറ്റർ ആണ് എക്സ് ബാറിന്റെ വാല്യൂ. ഇനി സെയിം കൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്താ? വൈ ബാറിന്റെ ഇക്വേഷനും, അതായത് നമ്മുടെ ഫസ്റ്റ് രണ്ടെണ്ണം പ്ലസ് ചെയ്തിട്ട് മൂന്നാമത്തെ ഏരിയയും എക്സ് ബാറും വൈ ബാറും മൈനസ് ചെയ്യാം. വൈ ബാർ ഈക്വൽ ടു A1 Y1 പ്ലസ് A2 Y2 മൈനസ് A3 Y3 the whole divided by A1 plus A2 minus A3. അപ്പൊ വൈ ബാർ ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? വൈ ബാർ ഈക്വൽ ടു A1 എത്രയാണ്? 7500 മൾട്ടിപ്ലൈഡ് ബൈ, ഇവിടെ സ്പേസ് ഇട്ടില്ല, പിന്നെ താഴെ 7500 മൾട്ടിപ്ലൈഡ് ബൈ Y1. Y1 എത്രയാണ്? ട്രയാങ്കിളുടെ Y1 300/300. അപ്പൊ 7500 മൾട്ടിപ്ലൈഡ് ബൈ 100 പ്ലസ് രണ്ടാമത്തെ ഏരിയ എത്ര? 30,000. ഏരിയ 30,000 മൾട്ടിപ്ലൈഡ് ബൈ 100 അല്ല, മൾട്ടിപ്ലൈഡ് ബൈ Y2 എത്ര? 75 മൈനസ് മൂന്നാമത്തെ ഏരിയ എന്താ? 2500 പൈ പ്ലസ് മൾട്ടിപ്ലൈഡ് ബൈ മൂന്നാമത്തെ Y3 4 × 50 എത്രയാണ്? 200/3 പൈ the whole divided by 7500 plus 30,000 minus 2500 പൈ. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും വൈ ബാറിന്റെ വാല്യൂ കിട്ടുന്നത് 86.875 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ എക്സ് ബാർ കിട്ടി, വൈ ബാർ കിട്ടി അല്ലെ, നമ്മുടെ സെൻട്രോയിഡ് കിട്ടി. അപ്പൊ ആ സെൻട്രോയിഡ് നമുക്ക് എങ്ങനെ എഴുതാം? സെൻട്രോയിഡ് എക്സ് ബാർ വൈ ബാർ ഈക്വൽ ടു എക്സ് ബാറിന്റെ വാല്യൂ എത്രയാണ്? 170.214 കോമ നമ്മുടെ ഗ്രാഫിനെ കോർഡിനേറ്റ് ചെയ്ത പോലെ തന്നെ എഴുതുക. വൈ ബാർ എന്ന് പറഞ്ഞാൽ 86.875. ഇതാണ് നമ്മുടെ സെൻട്രോയിഡ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അവസാനത്തെ ഒരു ചടങ്ങ് കൂടി ഉണ്ട് അല്ലെ, സെൻട്രോയിഡ് മാർക്ക് ചെയ്യണ ചടങ്ങ്. അപ്പൊ സെൻട്രോയിഡ് എവിടെ മാർക്ക് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു ട്രയാങ്കിളുടെ എക്സ് ബാറും, ട്രയാങ്കിൾ അല്ല, ഈ ഒരു ഷേപ്പിന്റെ
എക്സ് ബാർ, അതായത് 170 ആണ് എക്സ് ബാറിന്റെ വാല്യൂ അല്ലേ. അപ്പൊ 170 ആദ്യം തന്നെ വൈ ബാർ നമുക്ക് മാർക്ക് ചെയ്യാം. 86.875. വൈ എന്ന് പറഞ്ഞാല് ഏത് ഡിസ്റ്റൻസാ? ഹൈറ്റ് ആണല്ലേ വൈ എന്ന് പറഞ്ഞാല്. അപ്പൊ 86.875 എന്നുള്ള ഹൈറ്റ് ഏകദേശം ഈ ഷേപ്പിൽ എവിടെ ആയിരിക്കും വരാം? അതായത് ഇത് മൊത്തം 150 ആണ് അല്ലെ. അപ്പൊ 150യുടെ പകുതി എത്ര? 75 അല്ലെ, ഇവിടെ വരും. അപ്പൊ 86.875 ഏകദേശം ഞാൻ ഇവിടെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്നായിരിക്കും നമ്മുടെ ഒരു ആക്സിസ് പാസ് ചെയ്ത് പോവുക. അപ്പൊ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നതാണ്. അത് മാർക്ക് ചെയ്തു. ഇത് നമ്മുടെ സെൻട്രോയിഡ് എക്സ് ബാറിന്റെ വാല്യൂ എത്ര? 170.214. നമുക്ക് ഇവിടെ വരെ ഉള്ളത് 100 ആണെന്നറിയാം. പിന്നെ ഇവിടെ വരെ ഉള്ള എത്തുമ്പോഴത്തേക്കും 200 ആവും. അത്ര ആവശ്യമില്ല. നമുക്കൊരു 175 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ 170 എന്ന് പറയുമ്പോൾ ഇവിടെ ഇട്ട് വരും അല്ലെ. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ആക്സിസ് പാസ് ചെയ്യും. മനസ്സിലായി? അപ്പൊ ഇതാണ് നമ്മുടെ ഈ രണ്ട് ആക്സിസ് കൂട്ടിമുട്ടുന്ന സ്ഥലം. ഇതാണ് നമ്മുടെ സെൻട്രോയിഡ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഗിവൺ ഏരിയ. ഇവിടെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഈ നടുക്കത്തെ ഒരു 60 ഡിഗ്രിയിൽ പോയിക്കണ ഇത് കണ്ട. ഇത് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. തന്നില്ലെങ്കിൽ മാർക്ക് ചെയ്താൽ മതി. അപ്പോ അങ്ങനെ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഈ ഒരു ഷേപ്പ്, ഈ ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരു ഗിവൺ ഇക്വേഷനിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെതായ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് കാരണം എന്താ, ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഒരു സെമി സർക്കിൾ അല്ല, ഒരു ക്വാഡ്രന്റ് അല്ല, ഒരു സർക്കിൾ അല്ല, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ മറ്റേ ഷേപ്പ് ഏതാണ്? അതൊരു സെക്ടറാണ്. സെക്ടറിനെ കുറിച്ച് നമ്മളൊന്നും അറിയില്ല. ഈ ഒരു ചാപ്റ്ററിൽ സെൻട്രോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഫോർമുല പോലും ഇല്ല. അപ്പൊ അതിന്റെ ഒരു ഫോർമുലയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരു റൈറ്റ് ആംഗിളിന് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, പിന്നെ ഒരു 60 ഡിഗ്രിയുള്ള ഒരു സെക്ടർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യണ പോലെ രണ്ടിന്റെയും സെൻട്രോയിഡ് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ട്രയാങ്കിളിലെ സെൻട്രോയിഡ് ഏകദേശം ഇവിടെ വരും. നമ്മുടെ ഈ സെക്ടറിന്റെ സെൻട്രോയിഡ് എവിടെ വരും? ഏതൊരു ഷേപ്പിന്റെ സെൻട്രോയിഡ് ആ ഷേപ്പ് സിമെട്രിക്കലി ഫോൾഡ് ചെയ്യുമ്പോൾ നടുക്കൂടി പാസ് ചെയ്യണ ലൈനിലായിരിക്കും എന്നറിയാലോ. അപ്പൊ ഈ സെക്ടർ നടുക്കൂടി നമ്മൾ ഇതാക്കുമ്പോ നമ്മുടെ സെൻട്രോയിഡ് എവിടെ വരും? ഇതിന്റെ പകുതി അല്ലെ, ഏകദേശം ഇവിടെ വരും. ഇതൊക്കെ ഒരു അസംഷൻ ആണ്. എന്നാലും ഞാനിത് മാർക്ക് ചെയ്തു. എന്ത് മാർക്ക് ചെയ്യാം? നമുക്ക് G1 എന്ന് മാർക്ക് ചെയ്യാം. ഇതിനെ നമുക്ക് G2 എന്നും മാർക്ക് ചെയ്യാം. രണ്ടിന്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്തു. ഇനി എക്സ് ബാർ വൈ ബാർ, അതായത് ഇതാണ് എക്സ് ബാർ, ഇതാണ് വൈ ബാർ. അയ്യോ സോറി, ഇങ്ങനെയല്ല, ഇത് നമ്മുടെ റെഫറൻസ് ട്രയാങ്കിൾ. ഇത് നമ്മുടെ എക്സ് ബാർ തന്നെയാണ്, പക്ഷെ വൈ ബാർ എന്ന് പറഞ്ഞാൽ താഴേക്ക് വരും അല്ലെ, താഴേക്ക് വരും. നമ്മുടെ ഈ സെക്ടറിന്റെ എക്സ് ബാർ ഇവിടെ വരും, സെക്ടറിന്റെ എക്സ് ബാർ ഇവിടെ വരും, വൈ ബാർ ഇവിടെ വരും, താഴേക്ക് വരും. അപ്പൊ ഇതിനെ ഞാൻ x1 എന്നും ഇതിനെ ഞാൻ y1 എന്നും ഇതിനെ ഞാൻ x2 ഇതിനെ y2 എന്നും മാർക്ക് ചെയ്യുന്നു. അപ്പോ ഇനി നെക്സ്റ്റ് പാർട്ട് എന്താണ്? ഇതിന്റെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം. ഇവിടെ ആകെ തന്നേക്കണം നമ്മുടെ 100 mm ബേസ് ആണ് അല്ലെ, വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പോ ഇതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് സെക്ടറിന്റെ എക്സ് ബാർ അല്ല, നമ്മുടെ ഈ ലെങ്ത് ഉണ്ടല്ലോ, അതായത് ഇത് നമ്മുടെ ഒറിജിൻ ആണ്. നമ്മുടെ ഈ സെൻട്രോയിഡ് മാർക്ക് ചെയ്തില്ലേ G1 എന്നുള്ള ഒരു പോയിന്റ്. അപ്പൊ ഇവിടെ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ OG1, ഈ ഒരു ലെങ്ത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ലെങ്ത് കണ്ടുപിടിക്കാൻ, അതായത് OG1 ഈക്വൽ ടു 4R സൈൻ ആൽഫ ബൈ 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 3 ആൽഫ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ OG1 എന്നുള്ള ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഗുണമല്ല, ഇത് എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനേ പറ്റത്തില്ല. അപ്പൊ OG1 അതായത് 4R സൈൻ ആൽഫ ബൈ 2 ബൈ 3 ആൽഫ. ഇതിൽ 4 മൾട്ടിപ്ലൈഡ് ബൈ R എത്രയാണ്? 100 തന്നിട്ടുണ്ട്. അപ്പൊ 4 മൾട്ടിപ്ലൈഡ് ബൈ 100 ഇൻറ്റു സൈൻ ഓഫ് ആൽഫ എത്ര? 60 ഡിഗ്രി ബൈ 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 3 മൾട്ടിപ്ലൈഡ് ബൈ 60 എന്നായിരിക്കും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. കാരണം ഈ ഡിഗ്രി വാല്യൂ നമുക്ക് സൈൻ്റെ കൂടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ
അത് ശരിയാവുള്ളൂ. ഈ ഒരു ആൽഫ മാത്രം, ഒരു ആംഗിൾ മാത്രം കൊടുക്കുമ്പോൾ അത് മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ റേഡിയൻസിൽ തന്നെ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അൺലെസ് ഇറ്റ് ഈസ് റേഷ്യോ ഓർ ട്രിഗ്നോമെട്രിക് വാല്യൂ, നമ്മൾ റേഡിയൻസിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഡിഗ്രീനെ നമ്മൾ എങ്ങനെ റേഡിയനിലേക്ക് ആക്കും? നമുക്കറിയാം, ഡിഗ്രീനെ റേഡിയനിലേക്ക് ആക്കാൻ തീറ്റ മൾട്ടിപ്ലൈഡ് ബൈ പൈ ബൈ 180 ആണ് നമ്മുടെ റേഡിയൻ വാല്യൂ അല്ലേ. നമ്മൾ കൊടുത്തേക്കണ ആംഗിൾ മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ റേഡിയൻ മെഷർ കിട്ടും. അപ്പോൾ ഇതിന്റെ റേഡിയൻ മെഷർ കിട്ടാൻ വേണ്ടി നമുക്ക് 60 മൾട്ടിപ്ലൈഡ് ബൈ പൈ ബൈ 180 എന്ന് എഴുതാം. അപ്പൊ ഇത് നമ്മൾ എഴുതുമ്പോഴത്തേക്കും 400 സൈൻ 30 ഡിവൈഡഡ് ബൈ, ഇതിൽ ഞാൻ ഈ 16 180 3 പോവും, 3 പോവും, അപ്പൊ ഇവിടെ 5 വരും. 400 സൈൻ 30 ബൈ പൈ എന്നുള്ള ഒരു വാല്യൂ കിട്ടി. ഇതാണ് OG1. ഇതിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 62.66 mm. ഇതിന്റെ വാല്യൂ 62.66 mm എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ലെങ്ത്, അതായത് ഈ ഒരു വാല്യൂ, അതായത് 62.66 mm. യൂണിറ്റ് ശ്രദ്ധിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഈ 100 mm ഒന്നും കൊടുത്തേക്കല്ലേ, അതിന് നിങ്ങൾ ചിലപ്പോൾ ഒരു 10 സെന്റിമീറ്റർ എന്നായിരിക്കും കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ OG1 എന്നുള്ള ലെങ്ത് എങ്ങനെ എടുത്തത്? നമ്മുടെ സിമെട്രിക്കൽ ലൈൻ ആണല്ലേ സെക്ടറിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ അതെന്താണ്? ഒരു ആംഗിൾ ബൈസെക്ടർ അല്ലേ. അപ്പൊ ഇത് മൊത്തത്തിലുള്ള 60 ആണെങ്കിൽ ഈ ഒരു ചെറിയ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി. കാരണം OG1 ബൈസെക്സ് 60. അപ്പൊ ഈ ഒരു ആംഗിൾ 30 കിട്ടി. ഈ ഒരു ആംഗിൾ 30 കിട്ടിയുള്ള ഗുണം എന്താ? എനിക്ക് ഈ ഒരു OG1ന്റെ കോസ് കോമ്പണന്റും സൈൻ കോമ്പണന്റും എഴുതാൻ പറ്റും. അപ്പോ ഇതിന്റെ കോസ് കോമ്പണന്റ് ഹൊറിസോണ്ടൽ ആയിരിക്കും, അതായത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് കോസ് ആയിരിക്കും. അപ്പൊ OG1ന്റെ ലെങ്ത് എത്ര? 62.66 കോസ് 30 എന്ന് താഴെ വരും. പിന്നെ ഇവിടെ വെർട്ടിക്കൽ വരുമ്പോഴത്തേക്കും 62.66 സൈൻ 30 എന്ന് വരും. അപ്പൊ ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ആണ് അത്. മനസ്സിലായ? കോസ് കോമ്പോണന്റും സൈൻ കോമ്പോണന്റും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇതിന്റെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതാണ് ഇതിന്റെ x1 എന്ന് പറയുന്നത്, ഈ ഒരു വാല്യൂ ആണ് അല്ലെ. y1 എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ 62.66 ആണ് അല്ലെ. അപ്പൊ x1 y1 കിട്ടിയല്ലോ, അത് അങ്ങനെ എടുത്ത് എഴുതാം. x1 ഈസ് ഈക്വൽ ടു 62.66 കോസ് 30. അതായത് നിങ്ങൾ കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1ന്റെ വാല്യൂ 54.265 mm എന്ന് കിട്ടും. അതേപോലെ തന്നെ y1ന്റെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 62.66 സൈൻ 30 ആണ് അല്ലെ. ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 31.33 mm എന്നാണ്. അപ്പൊ x1 കിട്ടി, y1 കിട്ടി. ഇനി നമുക്ക് ഒരു സാധനം കൂടി കണ്ടുപിടിക്കാനില്ലേ? ഏരിയ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ A1 ഈസ് ഈക്വൽ ടു എന്താണ്? സെക്ടർ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തീറ്റ ബൈ 360 മൾട്ടിപ്ലൈഡ് ബൈ പൈ ആർ സ്ക്വയർ. തീറ്റ നമ്മൾ കൊടുത്തേക്കുന്ന ആംഗിൾ ഡിവൈഡഡ് ബൈ ഒരു ഫുൾ സർക്കിൾ 360 ഡിഗ്രി ഇൻറ്റു ഒരു സർക്കിളിന്റെ ഏരിയ. തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. തീറ്റ ഇവിടെ എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 360 മൾട്ടിപ്ലൈഡ് ബൈ പൈ ഇൻറ്റു ആർ എത്ര? 100 അല്ലെ. 100 സ്ക്വയർ. അപ്പൊ ഇവിടെ A1ന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് A1 ഈക്വൽ ടു 5235.98 5235.98 എന്ന് കിട്ടും mm സ്ക്വയർ. സെക്ടർ കാര്യം കഴിഞ്ഞല്ലോ, സിമ്പിൾ. സെക്ടറിന്റെ ഈ ഒരു പോർഷൻ ഇതിൽ ടഫ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ഷേപ്പായ ട്രയാങ്കിളിലേക്ക് മൂവ് ചെയ്യാം. ട്രയാങ്കിളിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഇല്ല അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കും വാല്യൂസ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ 100 ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു ലൈൻ, അതായത് ഇവിടെ ഞാനിപ്പോ തൽക്കാലത്തേക്ക് A എന്നുള്ള ഒരു പോയിന്റ് കൊടുത്തു. ഈ OA എന്തായിരിക്കും? അതും 100 തന്നെ ആയിരിക്കും, 100 mm. ഇനി നോക്കിയേ, ഇത് 60 ഡിഗ്രി അല്ലേ നമ്മുടെ AOX. അതായിക്കോട്ടെ, അത് 60 ഡിഗ്രി ആണല്ലോ.
അപ്പൊ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? അതും 60 ആയിരിക്കും. കാരണം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ക്ലാസ് 8 മാത്തമാറ്റിക്സ്. അപ്പോ അത് 60 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ഒരു ആംഗിൾ കിട്ടി, അവിടുത്തെ മെഷർ കിട്ടി 100 ആണല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ താഴെ ചെയ്ത പോലെ തന്നെ അവിടെയും നമുക്ക് കോസ് കോമ്പോണന്റ് സൈൻ കോമ്പോണന്റ് ഇതിൽ കൂടെ, അതായത് നമ്മുടെ മേളത്തെ ട്രയാങ്കിളിന്റെ ബേസിന്റെ കോമ്പോണന്റ് എന്താ? ഹൊറിസോണ്ടൽ കോമ്പോണന്റ്. അതായത് അത് 100 കോസ് 60 എന്ന് കിട്ടും. വെർട്ടിക്കൽ കോമ്പോണന്റ് 100 സൈൻ 60 എന്നും കിട്ടും. ഇതിന്റെ വാല്യൂ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കിട്ടാൻ പോകുന്നത് 100 കോസ് 60 എന്ന് വെച്ചാല് 100 കോസ് 60യുടെ വാല്യൂ ഇവിടെ ഉണ്ടായല്ലോ, 50 mm. 100 കോസ് 60 എന്ന് പറഞ്ഞാൽ 50 mm ആണ്. അതേപോലെ 100 സൈൻ 60യുടെ വാല്യൂ 86.602. 86.602. ഇപ്പൊ എന്തായാലും നമുക്ക് ട്രയാങ്കിളിന്റെ ബേസിന്റെ വാല്യൂ കിട്ടി, ഹൈറ്റിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് x2ഉം y2ഉം സുഖമായിട്ട് കണ്ടുപിടിച്ചോടെ. ഇത് x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ റഫറൻസ് ട്രയാങ്കിൾ എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. ഇതില് സെൻട്രോയിഡില് എക്സ് ബാറും വൈ ബാർ എങ്ങനെ? എക്സ് ബാർ എന്ന് പറഞ്ഞാല് h/3യും വൈ ബാർ b/3യും വൈ ബാർ എന്ന് പറഞ്ഞാല് h/3യും ആണല്ലേ. ഇനി ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ x2, അതായത് എക്സ് ബാർ എന്തായിരിക്കും? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ ആക്സിസിൽ നിന്ന്, അതായത് ഈ വൈ ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിഗറിലും വൈ ആക്സിസ്, അതായത് ഇവിടെ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് അതല്ല അല്ലേ, അത് റൈറ്റ് ആംഗിൾ ആയിരുന്നത്. അപ്പൊ വൈ ബാറിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ എക്സ് ബാർ. ഇവിടെ ഈ റെഫറൻസിൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? h/3 ആണല്ലേ. അതായത് വൈ ബാറിൽ നിന്ന്, വൈ ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് അവിടെയും എക്സ് ബാർ. അപ്പൊ ഇവിടെ നമുക്ക് x2യുടെ വാല്യൂയുടെ ഇക്വേഷൻ എന്തായിരിക്കും? സെയിം, അതായത് b/3 ആയിരിക്കും. അപ്പൊ ഇവിടെ ബേസ് എത്ര? 50 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. 50 ഡിവൈഡഡ് ബൈ 3 എന്ന് വെച്ചാല് ഈക്വൽ ടു 16.66 mm ആണ് x2. പിന്നെ ഇവിടെ y2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? y2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഗർ, ശരിക്കുള്ള റെഫറൻസ് ഫിഗറിൽ വൈ ആക്സിസിൽ നിന്നും എക്സ് ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് ആണ്. അത് ഈ ഫിഗറിൽ നോക്കുമ്പോൾ അത് ഈ ഡിസ്റ്റൻസ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റെഫറൻസിൽ നിന്ന് കിട്ടുന്ന h/3. പക്ഷെ അതാണോ ഇവിടെ? അല്ല, നമുക്ക് താഴേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ y2 എന്തായിരിക്കും? h മൈനസ് h/3, അതായത് 2h/3. 2 into h എത്രയാണ്? 86.602 ഡിവൈഡഡ് ബൈ 3. ഇതിന്റെ വാല്യൂ y2 ഈക്വൽ ടു 57.734 സെന്റിമീറ്ററിന് കിട്ടും. അപ്പൊ x2 കിട്ടി, y2 കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ, ഏരിയയുടെ ഇക്വേഷൻ, ഏരിയ A2 is equal to half into base into height, അതായത് half into base എത്രയാണ് ട്രയാങ്കിളിന്റെ? 50 multiplied by 86.602. ഇതിന്റെ വാല്യൂ half into 86.602 into 50 എന്ന് വെച്ചാൽ 2165.05 2165.05 mm സ്ക്വയർ. ഇതൊക്കെ ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ വാല്യൂ ആണ്. ഇതിന് തെറ്റ് പറ്റായികയൊന്നുമില്ല. അപ്പൊ ഇതിലും എല്ലാം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ A2 കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിലേക്ക് പോകാം. ഇവിടെ എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3, അല്ല 2 സീക്കുള്ളൂ. അപ്പൊ A2 വരെ മതി, ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2. A1ന്റെ വാല്യൂ എത്ര? 5235.98 മൾട്ടിപ്ലൈഡ് ബൈ x1ന്റെ വാല്യൂ എത്ര? 54.265 പ്ലസ് A2 എന്ന് പറഞ്ഞാൽ 2165.05 മൾട്ടിപ്ലൈഡ് ബൈ x2യുടെ വാല്യൂ 16.66 അല്ലെ, 16.66.
അതെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ 5235.98, അതായത് നമ്മുടെ A1 പ്ലസ് 2165.0582. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എക്സ് ബാറിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 43.264 mm എന്നായിരിക്കും. നമുക്ക് y ബാറിലേക്ക് പോവാം. സെയിം ഇക്വേഷൻ വിത്ത് സ്ലൈഡ് ചേഞ്ച്. y ബാർ ഈക്വൽ ടു A1 y1 പ്ലസ് A2 y2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2. 5235.98 ആണ് A1 multiplied by what is y1? 31.33. The whole plus second area 2165.05 multiplied by y2 57.734. 57.734. The whole divided by 5235.98 plus 2165.05 again. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ y ബാറിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് y ബാർ ഈക്വൽ ടു 39.054 mm എന്നായിരിക്കും. എക്സ് ബാർ കിട്ടി, y ബാർ കിട്ടി. വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? സെൻട്രോയിഡ്. സെൻട്രോയിഡ് എക്സ് ബാർ y ബാർ. Again I am telling just like writing the coordinates. X bar y bar എന്ന് പറയുന്നത് x bar എന്ന് പറഞ്ഞാൽ 43.264 y bar എന്ന് പറഞ്ഞാൽ 39.054 ആണ് നമ്മുടെ സെൻട്രോയിഡ്. നമ്മുടെ അവസാനത്തെ ചടങ്ങ് സെൻട്രോയിഡ് മാർക്ക് ചെയ്യാം. നമ്മുടെ സെൻട്രോയിഡ് ഒന്നുകൂടി ഞാനിവിടെ എഴുതിയേക്കുന്നതാണ്. എക്സ് ബാർ വൈ ബാർ ഈക്വൽ ടു എന്താണ് നമ്മുടെ സെൻട്രോയിഡ്? 43.264 39.054 ഇതാണ് നമ്മുടെ സെൻട്രോയിഡ്. നമ്മുടെ ഫിഗറിൽ നോക്കാം എവിടെയായിട്ട് വരും. ഞാൻ വേറൊരു കളർ, മഞ്ഞ കളർ. ഓക്കെ, അപ്പൊ നമ്മുടെ വൈ ബാർ ആദ്യം നോക്കാം. വൈ ബാർ 39.054, അതായത് വൈ ആക്സിസിൽ 39.054. വൈ ആക്സിന്റെ മൊത്തമുള്ള ഹൈറ്റ് എത്രയാണ്? 86 ആണ് അല്ലേ? അപ്പൊ 86ന്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ഇട്ട് വരും. ഇവിടെ നമുക്ക് 43 വരും അല്ലേ? നമുക്ക് എന്ത് 39 വേണ്ടത്. അപ്പൊ ഞാൻ ഏകദേശം ഇവിടെ, ഇതൊക്കെ ഒരു അസംഷൻ ആണ്. അപ്പൊ ഇവിടെ ആയിരിക്കും നമ്മുടെ എക്സ് ബാർ പാസ് ചെയ്യുന്ന സ്ഥലം. ഇനി ഇവിടെ ആയിരിക്കും നമ്മുടെ ഒരു ആക്സിസ് പാസ് ചെയ്യുന്ന സ്ഥലം. ഇനി നെക്സ്റ്റ് വൺ 43.264. 43.264 എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ള ലെങ്ത് എത്ര? ഇവിടെ കിടപ്പുണ്ട്, 100 ആണ്. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ആയിട്ട് വരും. അതെന്താണ്? 50 ആണ്. നമുക്ക് അത്ര ആവശ്യമുണ്ടോ? ഇല്ല, 43 ആവശ്യമുള്ളൂ. അപ്പൊ ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ലെ? അപ്പൊ നമ്മുടെ ഈ ആക്സിസ് ഇങ്ങനെ പാസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഈ ഒരു പോയിന്റ് ആയിരിക്കും ഇതിന്റെ സെൻട്രോയിഡ് ജി. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനി ഡൗട്ട് കമന്റിൽ അറിയിക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. See you in the next class.